കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിലിറങ്ങിയ കടുവ കൂട്ടിലായി. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. വയനാട് കുപ്പാടി കടുവാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് കടുവയെ കൊണ്ടുപോയി. അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഒരു താൽക്കാലിക ആശ്വാസം. ഇനി എന്താണ് അടുത്ത നടപടി? ഇന്നലെയായിരുന്നു ഈ അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവ് എന്ന പ്രദേശത്ത് ഈ കടുവ ഇറങ്ങിയത്. അവിടുത്തെ രൂപേഷ് എന്ന് പറയുന്ന ആളുടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന 4 പശുക്കളെയാണ് കടുവ കൊലപ്പെടുത്തിയത്. ഈ പശുക്കളുടെ ജഡം ഈ കെട്ടിയിരുന്നതിനാൽ ഈ കടുവയ്ക്ക് കൊണ്ടുപോകാനായിരുന്നില്ല. ഉടൻ തന്നെ ഈ നാട്ടുകാരെയും വനം വകുപ്പിനെയൊക്കെ രൂപേഷ് വിവരം അറിയിച്ചു. ജനപ്രതിനിധികളടക്കം അവിടെ എത്തിയിരുന്നു. അവിടുത്തെ പേരാവൂര് MLA സണ്ണി ജോസഫ് അടക്കം അവിടെ എത്തിയിട്ട് അവിടെ വേണ്ട നടപടികൾ ഈ കടുവയെ പിടികൂടണം എന്നുള്ള നിർദ്ദേശം വനം വകുപ്പിന് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ അവിടെ കൂട് സ്ഥാപിച്ചത്. ഈ ജഡം കൊണ്ടുപോകാത്തതിന് തന്നെ കടുവ ഇന്ന് പുലർച്ചെ വീണ്ടും എത്തും എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു വനം വകുപ്പ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. വനം വകുപ്പിന്റെ കൂട്ടിൽ ഈ കടുവ കുടുങ്ങി. ആൺകടുവയാണ് ഈ കുടുങ്ങിയിട്ടുള്ളത്. ഈ കടുവയെ വയനാട് കുപ്പാടി കടുവാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ ആശ്വാസം തന്നെയാണ് ആ മേഖലയിലുള്ളവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.